ഹലോ ഗൈസ്, നമ്മളിന്ന് ശരിക്കും കണ്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്ളോഗിന് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് തെയ്യം കണ്ടിട്ട് തിരിച്ചു വന്നു നമ്മൾ. ഇപ്പം ഒരു 5:30 ആയി കാണും സമയം. പക്ഷേ തെയ്യം ശരിക്കും 10 മണി വരെ ഉണ്ട്. ഇനി രാവിലെ 10 മണി വരെ ഉണ്ട്. 6 മണിക്ക് തുടങ്ങിയ വൈകിട്ട്. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് കോളേജിന് തൊട്ടടുത്ത് ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസ് തന്നെ നമുക്കൊരു അടിപൊളി തെയ്യം കിട്ടി. ഇത് ശരിക്കും പറഞ്ഞ ഒരു മാരത്തോൺ തെയ്യം പോലെ. 6 മണിക്ക് തുടങ്ങിയത് ഇതിന് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് തീരും. ഇപ്പോൾ രാവിലെ 5:30 ആയി. ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ച്, ബട്ട് എല്ലാവർക്കും ഉറക്കം വന്നു. എനിക്കും ഉറക്കം വന്നു. ഞാൻ ചെന്നപ്പം ഒരു 3 മണി തൊട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ കണ്ടനാർക്കേളം വന്നപ്പോൾ ഫുൾ സൗണ്ട്, ഫുൾ ആൾക്കാർ. ഇത്രയും കണ്ടനാർക്കേൽ ഫാൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഹാപ്പി. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം പോയി ഫ്ലോപ്പായെങ്കിലും ഈ പ്രാവശ്യം ഒരു അടിപൊളി തെയ്യം കാണാൻ പറ്റി. നല്ല ആളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി, ഇരുന്ന് കാണാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ചേർന്ന മണ്ടയ്ക്ക് നിന്നാൽ കണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഇരുന്ന് വീഡിയോ എടുത്ത് കണ്ട്. ഓക്കെ, അതായത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്സും പിന്നെ വ്ളോഗായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇങ്ങെടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്. സോ ഞാൻ ഇങ്ങായിട്ടെടുത്ത വീഡിയോസും പിന്നെ നമ്മുടെ തെയ്യത്തിൻ്റെ വീഡിയോ ക്ലിപ്പും ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. എനിക്കറിയത്തില്ല, ഐ ആം സോ ഹാപ്പി. എത്രയും നാൾ വന്ന് നിഫ്റ്റിൽ വന്നിപ്പം കണ്ണൂർ വന്നിട്ടിപ്പോൾ 3ാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് ഒരു തെയ്യം നേരെ ചൊവ്വേ നല്ലോണം കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര എക്സ്പെക്റ്റേഷന് പോയെങ്കിലും ഒന്നും കാണാൻ പറ്റിയില്ല ശരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇറ്റ്സ് പെട്ടെന്ന് ആദ്യം കണ്ടപ്പം ഗ്ലിച്ചായി പോയി. എന്ന് പറഞ്ഞിട്ട് ശരിക്കും കാണും. ശരിക്കും ഞാൻ കാര്യത് തുടക്കത്തിൽ ആദ്യം വെള്ളാട്ടം, പിന്നെ ആദ്യം കണ്ടനാക്കേളൻ്റെ വെള്ളാട്ടം 6 മണിക്ക്, പിന്നെ രാവിലെ 4 മണിക്കായിരുന്നു തെയ്യം. അപ്പം തെയ്യമായിരിക്കുമല്ലോ കുറച്ച് ഭയങ്കര ഗ്രാൻഡായിട്ട്. വെള്ളാട്ടം അത്ര പ്രതീക്ഷയൊന്നുമില്ല. അപ്പം പെട്ടെന്ന് വെള്ളാട്ടം വന്നപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് ഞാൻ ഷോക്കായി. ഓക്കെ, എനിക്ക് ഈ രാവിലെ ആയിട്ടും ഉറക്കം വന്നിട്ടും ഈ വീഡിയോ എടുക്കാനൊരു എനർജി ഉണ്ട് ആക്ച്വലി. ഇതെന്തോ എനിക്കിത് പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് ലോങ് ആക്കുന്നില്ല. ഹോപ്പ് യു ഗൈസ് എൻജോയ്. പിന്നൊരു ഇൻട്രോ. ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് വെള്ളം താഴെ പോയി. ബൈ. അല്ല, ബൈ അല്ല, പോയി വീഡിയോ ആണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഗൈസ് നമ്മൾ വീണ്ടും തെയ്യം കാണാൻ പോകുന്നു. ഇപ്രാവശ്യം ആളില്ല. ആളില്ലാതെ നമ്മൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരിക്കും കണ്ടു.
വെള്ളാട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച് ക്യാമറയുടെ ചാർജ് തീർന്നുകൊണ്ട് എന്തായാലും തിരിച്ച് വന്ന് ക്യാമറയും ചാർജ് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഉടുപ്പിയിൽ ഫുഡ് കഴിക്കാൻ വന്ന്. അങ്ങനെ ഉടുപ്പിയിൽ വന്ന് മസാല ദോശയും പിന്നെ നൈഷും മാളും സാമും ചായ കപ്പിൽ പോയി ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. അവരെ നമ്മൾ ഇപ്പം വന്നിട്ട് തിരിച്ചു പോകുന്നേരം അവർ നമ്മളുടെ കൂടെ വന്ന്, അവർ വെള്ളാട്ടം കാണാൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്താ ഉടുപ്പിയിലിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഫണ്ണാക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മൾ സമയത്ത് വിളിച്ചപ്പോൾ ഓട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. അതാ 1 മണിക്ക് നമ്മൾ തിരിച്ചു കൊണ്ടാക്കാനും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനും പിന്നെ രാവിലെ 4 മണിക്കും എപ്പോൾ വിളിച്ചാലും ലേറ്റ് നൈറ്റ് കണ്ണൂർ എപ്പോഴും ഓട്ടോക്കാരുണ്ടാവും. തിരിച്ച് തെയ്യം കാണാൻ പോയപ്പോൾ 2 പേര് സ്കൂട്ടറിലാണ് വന്ന്, ബാക്കി നമ്മൾ 4 പേര് ഓട്ടോയിൽ പോയി. പിന്നെ സത്യം പറഞ്ഞ ഒരു 4 മണി വരെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. നമ്മളവിടെ ചെന്ന് നമുക്ക് വീണ്ടും ഒരു സീറ്റ് കിട്ടി. ആദ്യം ഇരുന്ന് അത്രയും അടുത്ത് കിട്ടിയില്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു അകലത്തിലൊരു സീറ്റ് കിട്ടി. പിന്നെ എന്താ കോഴീനെ കൊല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ദൂരത്തിലായതുകൊണ്ടൊന്നും മനസ്സിലായില്ല. ആ അങ്കിളിൻ്റെ കയ്യിലൊരു കോഴിയുണ്ട്, അതിനെ കൊന്നിട്ട് എന്തോ ഒരു ചടങ്ങ്. പിന്നെ ആ സമയം മൊത്തം ഞാൻ അവിടെ കമന്നടന്ന് ഉറങ്ങുമായിരുന്നു, നല്ല ഉറക്കമായി. പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ഈ ഒരു ലോഡ് ആൾക്കാർ. അത്രയും നേരം അവിടെ ആളില്ലായിരുന്നു. ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് കണ്ണ് തുറന്നപ്പോൾ ഉണ്ട് കണ്ടനാർ കേളനെ കാണാൻ വന്ന ഫാൻസാണ് ഇവരെല്ലാം. കണ്ടനാർ കേളനെ കാണാൻ ഇത്ര ആൾക്കാർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിതയില്ല, ഇത്രയും ക്രൗഡഡ് ആവുമെന്ന് വിചാരിച്ചതേയില്ല. ആൻഡ് ബഹളമോ ഭയങ്കര ബഹളമായിരുന്നു. എന്ന് വെച്ചാൽ ക്യാമറ പൊക്കാൻ തന്നെ പേടിയായിരുന്നു. വെച്ചാൽ ക്യാമറ എടുത്താൽ ബാക്കിൽ നിന്ന് ചേട്ടന്മാർ ചീത്ത വിളിക്കുമെന്ന് ടെൻഷനായിപ്പോയി. പക്ഷേ എന്താ ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും എണീക്കുമ്പോഴേ ബാക്കിൽ നിന്നെല്ലാം ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. കണ്ടനാക്കളം വന്നപ്പോൾ ആ ഒരു ഓളം ഉണ്ടായിരുന്നു, എല്ലാവരും സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ. പിന്നെ ഒരൊറ്റ ഫോട്ടോ കിട്ടാൻ പെട്ട പാട്. കുറേ ക്ലിക്ക് ചെയ്തിട്ടും കുറച്ച് നോയ്സസ് ഉള്ള ഷേക്കായോ 2-3 ഫോട്ടോ കിട്ടിയെന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് തെയ്യം മൂവ് ചെയ്യുന്നതും. അതേപോലെ ഇത്ര ആൾക്കാർ ഫോണും പിടിച്ചിരിക്കുമ്പോൾ പിന്നെ നമുക്ക് മാത്രം എവിടെ നിന്ന് കിട്ടാനാണ് ഫോട്ടോ. പിന്നെ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു റീലൊക്കെ ഇട്ടു. എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തായിരുന്നു, അത് വെച്ചിട്ടൊരു റീലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു 2-3 ഫോട്ടോയും കിട്ടി നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് ഇതുവരെ കണ്ടത് ലൈക്ക് ബെസ്റ്റ് തെയ്യം. അധികമൊന്നും കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ തവണ പോയി ഒന്ന് ചെറുതായിട്ട് ഫ്ലോപ്പായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അത് തീശാമുണ്ടിയായിരുന്നു. ഈ പ്രാവശ്യം കണ്ടനാക്കളനെ കണ്ടു. തെയ്യം ആക്ച്വലി നെക്സ്റ്റ് ഡേ 10 മണി വരെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടനാക്കളം കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡായി, ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഓട്ടോ വിളിച്ചപ്പോൾ അപ്പം തന്നെ ഓട്ടോ വന്ന് അവിടെ നിന്നൊരു ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലെ ചേച്ചിമാരുടെ കാര്യം കഷ്ടം കേട്ടോ. രാത്രി പിള്ളേർ വരുമ്പോൾ അവർ എണീക്കണം, ഡോറ് തുറന്ന് തരണം, അവരുടെ ഉറക്കം ഒരിക്കലും ശരിയാവാറില്ല. പിന്നെ നമ്മൾ നൈറ്റ് ഔട്ട് എടുത്തിട്ടായിരുന്നല്ലോ പുറത്തിറങ്ങിയത്, അതുകൊണ്ട് ഹോം രജിസ്റ്ററിൽ നൈറ്റ് ഔട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ ബലൂണും പിടിച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി ആക്ച്വലി.